തിരുവനന്തപുരം കോർപ്പറേഷനിലെ വി.കെ. പ്രശാന്ത് എം.എൽ.എയുടെ ഓഫീസ് തർക്കത്തിൽ രേഖകൾ പരിശോധിക്കാനുള്ള നീക്കം ആരംഭിച്ചിട്ടുണ്ട്. കോർപ്പറേഷൻ വാടകയ്ക്ക് നൽകിയിരിക്കുന്ന കെട്ടിടങ്ങളുടെ മുഴുവൻ രേഖകളും പരിശോധിക്കും. കോർപ്പറേഷൻ സെക്രട്ടറിയുമായി മേയർ ഇന്ന് ചർച്ച നടത്തും. വാടകയ്ക്ക് പ്രവർത്തിക്കാൻ ആവശ്യമായ രേഖകൾ ഇല്ലെങ്കിൽ നോട്ടീസ് അയക്കാനാണ് നീക്കം. മീര മനോഹരൻ വിവരങ്ങളുമായിട്ട് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. മീര, ഇപ്പോ ശ്രീലേഖ വി.കെ. പ്രശാന്തിനോട് കെട്ടിടം ഒഴിഞ്ഞു തരണമെന്ന് ആവശ്യപ്പെട്ടു. പറ്റില്ലെന്ന് എം.എൽ.എ. പറഞ്ഞു. കഴിഞ്ഞ ദിവസം നേരിട്ടെത്തി എം.എൽ.എ. ശ്രീലേഖ കണ്ടു. എന്നിട്ട് ശ്രീലേഖ മാധ്യമങ്ങളോടൊക്കെ സംസാരിച്ച് താൻ അപേക്ഷിക്കുകയായിരുന്നു എന്ന്, താൻ പ്ലീസ് എന്ന് 3 വട്ടം പറഞ്ഞു, അപേക്ഷിക്കുകയായിരുന്നു എന്ന് ശ്രീലേഖ പറഞ്ഞു. അപ്പോഴും എം.എൽ.എയുടെ നിലപാട് തൻ്റെ വാടകച്ചീട്ട് പ്രകാരം ഇനി 3 മാസം കൂടി ഉണ്ട്. അതിനുശേഷം ഇതിൽ തൂങ്ങിക്കിടക്കാനൊന്നും ആഗ്രഹിക്കുന്നില്ല, ഇതിൽ കടിച്ചു തൂങ്ങാനൊന്നും ആഗ്രഹിക്കുന്നില്ല. അതിനുശേഷം ഈ കെട്ടിടം ഒഴിഞ്ഞു തന്നേക്കാം എന്ന നിലപാടിലാണ് എം.എൽ.എ. ഇപ്പോഴും അത് ന്യായവുമാണ്. ഇപ്പോൾ നഗരസഭ ഈ വിഷയത്തിൽ എടുത്തിരിക്കുന്ന നീക്കങ്ങൾ എങ്ങനെയാണ്? ഇന്നലെ വി രാജേഷിന്റെ വാർത്താ സമ്മേളനമൊക്കെ ഉണ്ടായിരുന്നു. വിഷയത്തെ രാഷ്ട്രീയവൽക്കരിക്കേണ്ടെന്നും ഇതൊക്കെ കോർപ്പറേഷന്റെ കെട്ടിടമാണെന്നൊക്കെ അദ്ദേഹം ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു. എന്താണ് ഈ വിഷയത്തിൽ കോർപ്പറേഷന്റെ അടുത്ത നീക്കം? അങ്ങനെ തന്നെയാണ് ഒരു എം.എൽ.എയോട് കൗൺസിലർ ഇത്തരത്തിൽ ഓഫീസ് ഒഴിയണമെന്ന് ആവശ്യപ്പെട്ടത്. അവരുടെ പരസ്പരമുള്ള സൗഹൃദത്തിൻ്റെ ആ ഒരു കാര്യം കൊണ്ടാണ്, അവർ തമ്മിലുള്ള വ്യക്തിബന്ധം വെച്ചായിരുന്നു എന്നായിരുന്നു ഇന്നലെ മേയർ ഉൾപ്പെടെ പറഞ്ഞത്. പക്ഷേ ആ വിഷയത്തെ, ഈ കെട്ടിടങ്ങളുടെ റേറ്റും അല്ലെങ്കിൽ അതിൻ്റെ വരുമാനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തെ അതിൽ ക്രമക്കേട് വന്നിട്ടുണ്ടോ എന്ന രീതിയിലേക്ക് അന്വേഷണം പുരോഗമിക്കാൻ, അല്ലെങ്കിൽ ആ രീതിയിലേക്ക് അന്വേഷണം മാറ്റാനാണ് ഇപ്പോൾ നിലവിൽ എന്തായാലും വി രാജേഷ് ഉൾപ്പെടുന്ന പുതിയ നഗരസഭയുടെ തീരുമാനമായി വരുന്നത്. ഇന്നുൾപ്പെടെ അല്പം മുമ്പ് ഉൾപ്പെടെ നമ്മൾ മേയറെ ഉൾപ്പെടെ വിളിച്ച് സംസാരിക്കുമ്പോൾ അവരുടെ സംസാരത്തിൽ നിന്ന് നമുക്ക് അതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ പ്രധാനമായും ഈ കോർപ്പറേഷന് നഗരത്തിൻ്റെ പ്രധാനപ്പെട്ട പലയിടങ്ങളിൽ കണ്ണായ ഭാഗത്ത് തന്നെ കെട്ടിടങ്ങളുണ്ട്. അവയൊക്കെ ഇത്തരത്തിൽ വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ ഈ വിഷയം ഉയർന്നു വന്നപ്പോൾ തന്നെ വി രാജേഷ് ഉൾപ്പെടെ പറഞ്ഞിരുന്നു, നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലത്ത് ഇത്രയും കുറഞ്ഞ തുകയ്ക്കാണ് ഇത് വാടകയ്ക്ക് കൊടുത്തിട്ടുള്ളത്. അത്തരത്തിലുള്ള ആ വാടകയ്ക്ക് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ക്രമക്കേടുകൾ ഉണ്ടോ എന്നത് കൃത്യമായും വ്യക്തമായും പരിശോധിക്കും. അതിൻ്റെ നടപടിക്രമങ്ങൾ ഇന്ന് തന്നെ ആരംഭിക്കുമെന്നാണ് അദ്ദേഹം ഇന്നലെ മാധ്യമങ്ങളോട് ഉൾപ്പെടെ പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി തന്നെ കോർപ്പറേഷൻ സെക്രട്ടറിയുമായി ഇന്ന് മേയർ ചർച്ച നടത്തും. അതിൻ്റെ ഭാഗമായി ഈ കോർപ്പറേഷൻ നിലവിൽ വാടകയ്ക്ക് കൊടുത്തിട്ടുള്ള എല്ലാ കെട്ടിടങ്ങളുടെയും രേഖകളും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വരുമാനവും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കും. ഏതെങ്കിലും തരത്തിലുള്ള ക്രമക്കേട് ആ രീതിയിൽ വന്നിട്ടുണ്ടോ എന്നതും പരിശോധിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ആദ്യഘട്ടത്തിൽ ഒരു എം.എൽ.എയോട് കൗൺസിലർ ഓഫീസ് ഒഴിയണമെന്ന് ആവശ്യപ്പെട്ടു. ആ രീതിയിൽ വാർത്ത വന്നെങ്കിലും പിന്നീട് അത് ക്രമക്കേടുകളിലേക്ക് എത്തിയിട്ടുണ്ടോ എന്ന രീതിയിലേക്ക് പരിശോധിക്കാനാണ് നിലവിൽ കോർപ്പറേഷന്റെ തീരുമാനം. ഓക്കെ മീര, ശരി. അപ്പം വിഷയത്തിൽ ഈ കോർപ്പറേഷന്റെ അടുത്ത നീക്കം എന്താണ് എന്ന് പറയുകയായിരുന്നു നമ്മുടെ മീര മനോഹരൻ തിരുവനന്തപുരത്ത് നിന്ന്.